കണ്ണൂർ കർണാടക അതിർത്തി പ്രദേശമായ പൈതൽ മലയിൽ നിന്നും ഇന്ന് പോകുന്നത് കർണാടകയിലെ കൂർഗിലേക്കാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെന്റുകളിൽ ഒന്നായ കൂർഗിലെ ബൈരക്കുപ്പെ എന്ന സ്ഥലത്താണ് ആദ്യമെത്തിയത്. ഇവിടെയാണ് ടിബറ്റൻ ബുദ്ധവിഹാരമായ നാംഡ്രോലിംഗ് മൊണാസ്ട്രി, ഗോൾഡൻ ടെമ്പിൾ എന്നും അറിയപ്പെടുന്നു. 600ഓളം ബുദ്ധ സന്യാസിമാർ ഇവിടെ തങ്ങുന്നുണ്ട്. ബുദ്ധമതത്തിന്റെ പ്രതീകങ്ങളെ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ 4 നില ഗോപുരമാണ് മൊണാസ്ട്രിയുടെ പ്രധാന കവാടം. മൊണാസ്ട്രിയുടെ സ്ഥാപകനായ പെമ നൊർബു റിംപോച്ചെ എന്ന ബുദ്ധ സന്യാസിയുടെ ചിത്രമാണിത്. രാവിലെ 6 മണിക്ക് സൊജോങ് എന്ന ആചാരത്തിന്റെ ആരംഭം സൂചിപ്പിക്കുന്നതിനായി ഈ മണി മുഴക്കുന്നു. തുടർന്ന് എല്ലാ സന്യാസിമാരും ക്ഷേത്രത്തിന്റെ സമീപം ഒത്തുകൂടി ശുദ്ധീകരണവും വ്രതാനുഷ്ഠാനങ്ങളും ആരംഭിക്കുന്നു. 1963 മൊണാസ്ട്രി സ്ഥാപിച്ചത്. അക്കാലത്ത് മുള കൊണ്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമായിരുന്നു. പിന്നീട് പുതുക്കി പണിത് ഇന്ന് കാണുന്ന മൊണാസ്ട്രി നിർമ്മിച്ചു. ഇതാണ് ബുദ്ധക്ഷേത്രം. പത്മസംഭവ ബുദ്ധിസ്റ്റ് വിഹാര എന്നാണ് പേര്. 3 ശില്പങ്ങളാണ് ക്ഷേത്രത്തിനുള്ളിൽ. മധ്യത്തിൽ ബുദ്ധമത സ്ഥാപകനായ ബുദ്ധശാക്യമുനി അഥവാ ശ്രീബുദ്ധൻ. ഗുരു റിംപോച്ചെ എന്നറിയപ്പെടുന്ന പത്മസംഭവയാണ് ഇടതുവശത്ത്. ടിബറ്റിലെ ആദ്യ ബുദ്ധ മൊണാസ്ട്രി രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. ടിബറ്റുകാർ അദ്ദേഹത്തെ 2ാം ബുദ്ധനായി കണക്കാക്കുന്നു. ദീർഘായുസിന്റെ ബുദ്ധനായ അമിതായുസ് ആണ് വലതുവശത്ത്. ഇവിടെ ഇരുന്നാണ് സന്യാസിമാർ പ്രാർത്ഥിക്കുന്നത്. ഇത് ചോങ്ക എന്ന ആചാര ഡ്രമ്മാണ്. തിന്മയെ കീഴടക്കുന്ന ധർമ്മത്തിന്റെ ശബ്ദമാണ് ഇത് മുഴക്കുമ്പോൾ ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസം. പാദരക്ഷകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ തിരക്കാണ്. ബുദ്ധസന്യാസി ബാലന്മാരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് തൈപ്പറമ്പിൽ അശോകനൊപ്പം കൂടിയ ഉണ്ണിക്കുട്ടനെയാണ്. പക്ഷേ ഇവിടുത്തെ സന്യാസി ബാലന്മാർ സുവനീർ ഷോപ്പുകളിൽ സജീവമാണ്. നിരവധി കരകൗശല വസ്തുക്കളും ബുദ്ധ പ്രതിമകളും ഈ ഷോപ്പുകളിൽ ലഭ്യമാണ്. സന്ദർശകരുടെ തിരക്ക് തുടരുകയാണ്. യാത്രാമധ്യേ കൂർഗിലെ തനത് ഭക്ഷണം ആസ്വദിച്ചു. പിന്നീട് ഒരു ചെറിയ ഷോപ്പിംഗ്. ഇനി പോകുന്നത് കൂർഗിലെ ബാംബു ഫോറസ്റ്റ് കാണാനാണ്. കൂർഗിലെ കുശാൽ നഗറിന് അടുത്താണ് നിസർഗദമ ഫോറസ്റ്റ് പാർക്ക്. ഇതിനോട് ചേർന്നാണ് ബാംബു ഫോറസ്റ്റ്. പൂജ അവധിയായതിനാൽ ടിക്കറ്റുകൾ എടുക്കാൻ നല്ല തിരക്കാണ്. കാവേരി നദിക്ക് കുറുകെയുള്ള തൂക്കുപാലം കടന്നാണ് ബാംബു ഫോറസ്റ്റിലെത്തേണ്ടത്. തുടക്കത്തിൽ ആശ്വാസമായി കാവേരി മാതായുടെ ഒരു ചെറിയ ക്ഷേത്രം. തൊട്ടടുത്ത് പേടിപ്പിക്കാനായി ഒരു ജംഗിൾ സഫാരി, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ഏതാണ്ട് 64 ഏക്കർ വിസ്തൃതിയുള്ള ഒരു ഡെൽറ്റ ദ്വീപാണ് കാവേരി നിസർഗദമ്മ. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ മുളക്കൂട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു.
കർണാടകയിലെ പരമ്പരാഗത കലാരൂപങ്ങളായ കോലാട്ട്, ഉമ്മത്താട്ട് തുടങ്ങിയവയുടെ ശില്പരൂപങ്ങൾ പലയിടങ്ങളിലായി കാണാം. ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കർണാടകയിലെ ഗ്രാമജീവിതമാണ്. കർഷകനും മുത്തശ്ശിയും വീട്ടമ്മയും മുതൽ പട്ടിയും കോഴിയും വരെ ഒരു ഗ്രാമപ്രദേശം പെട്ടെന്ന് നിശ്ചലമായ പോലെ. വളരെ മനോഹരമായ ഒരു കലാവിരുത്. മലയാളികൾ നടത്തുന്ന ഒരു ഷോപ്പുണ്ട്, എവിടെ തൊട്ടാലും മധുരം. ബാംബു ഫോറസ്റ്റിലെ കഫറ്റേരിയയിൽ നിന്ന് കൂർഗിലെ തനത് തേയിലയുടെ മണവും സ്വാദുമുള്ള ഒരു കപ്പ് കാപ്പിയും കുടിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഹാരംഗി ഡാമിലേക്കാണ് പിന്നീടെത്തിയത്. വിശാലമായ ഗാർഡൻ. സമയം 7 മണിയാകാറായി. എങ്കിലും ഡാം ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഗാർഡനിലൂടെ കുറേ ദൂരം നടക്കാനുണ്ട്. ഗാർഡനിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഇവർ കൂടിയിരിക്കുന്നത് ഈ നായയുടെ പ്രകടനം കാണാനല്ല. 7 മണിയാകാൻ അക്ഷമയോടെ കാത്തിരിക്കുന്നവരാണ് ഈ സന്ദർശകർ. 7 മണി കഴിഞ്ഞതും എല്ലാ ലൈറ്റുകളും ഓഫായി. മുന്നിൽ വെള്ളത്തുള്ളികളുടെ നൃത്തം തുടങ്ങി. അരമണിക്കൂർ നേരം മ്യൂസിക്കൽ ഫൗണ്ടൻ ലൈറ്റ് ഷോ. അന്ന് രാത്രി വിരാജ് പെറ്റ് ടൗണിൽ തങ്ങി. രാവിലെ കുടകിലെ പ്രഭാതം ആസ്വദിച്ച് യാത്ര തുടരവേ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ ദസറ ആഘോഷം. ഞങ്ങൾ അവിടെ ഇറങ്ങി അവർക്കൊപ്പം കൂടി. പരമ്പരാഗത വസ്ത്രം ധരിച്ച സ്ത്രീകളും പുരുഷന്മാരും. നമ്മുടെ വിജയദശമി അവർക്ക് ദസറ ആഘോഷമാണ്. ദസറയുടെ ചുവന്ന പകിട്ടിൽ നിന്നും ഇനി വയനാടിൻ്റെ പച്ചപ്പിലേക്കാണ് യാത്ര.